ജോണേ, എടാ ജോണേ, ഇറങ്ങി വന്നാൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം OTT വന്നപ്പോഴാണ് ഇപ്പൊ ട്രോളുകളുടെ കളി വന്നിരിക്കുന്നത്. എങ്ങനെയുണ്ട്? ഓർക്കുമ്പോ എന്റെ തോലുരിഞ്ഞു പോവാ. അപ്പൊ തോലുരിയ നീ എന്താ വല്ല പാമ്പ് സർപ്പമറ്റാണോ? അത് ശരി, അപ്പൊ നിങ്ങൾ ഒറ്റക്കെട്ടാണല്ലേ? എന്താ എനിക്ക് കുറവാ പൊതുവെ, കമ്പാരിറ്റീവ്ലി എനിക്ക് കുറവാ. നിന്നെയൊക്കെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ടാ. ചേട്ടനാണ് കൂടുതലും ചെറിയൊക്കെ. കുഴപ്പമില്ല, കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമെന്നൊരു ശാസ്ത്രമുണ്ടേ. അങ്ങനെയല്ല, കാര്യം കാണാൻ കഴുത കാലും പിടിക്കണമെന്ന്. ചെറിയൊക്കെ അപ്പൊ എനിക്ക് ചേട്ടന് വരുന്ന തെറികൾ എനിക്കിപ്പോ ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്ത് വരുന്നുണ്ട്. ആരാ ഇതിന്റെ പിന്നിലെന്ന് മനസ്സിലായി. ചിലരൊക്കെ കൊണ്ടാലേ പഠിക്കൂ. കേസ് കൊടുക്കണം പിള്ളേച്ച, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? അങ്ങനത്തെ സിനിമകൾ OTT നമുക്ക് വീട്ടിലിരുന്ന് കണ്ടു കഴിഞ്ഞാൽ അത് എങ്ങനെയാണെങ്കിലും ബോറടിക്കും, ലാഗ് വരും. ഇതൊക്കെ ജനസംസാരം അങ്ങനെയാ പറയിപ്പിക്കണ്ട എന്നെ കൊണ്ട്. നമ്മള് ആ സമയത്ത് നമ്മളതിനെ എന്റെ സിനിമ ആയതുകൊണ്ട് ഞാൻ പോയി പ്രൊമോട്ട് ചെയ്തു. എന്റെ പന്നി ആദ്യമായിട്ടാണ് കറക്റ്റ് സമയത്ത് ഒരു ജോലി ചെയ്യണത്. എടാ ഉച്ചക്ക് ചോറിനെന്തറാ? ചാളക്കറി. നോ നോ വേ, ഇറ്റ്സ് ഇംപോസിബിൾ. ഞാനൊരു സ്ഥലത്തും പോയിട്ട് ഇത് ഗംഭീര സിനിമയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വല്ലേ. പക്ഷെ എന്റെ സിനിമ ആയതുകൊണ്ട് ഞാൻ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഞാൻ പോയിട്ട് അതിലിരുന്നു, ഇന്റർവ്യൂവിന്റെ ഭാഗമായിരുന്നു, പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടൻ ഞാൻ വിചാരിച്ച പോലെ അല്ലട്ടോ. മന്ദബുദ്ധിയല്ല. മനീഷേട്ടന്റെ ക്യൂവിന്റെ ഇന്റർവ്യൂവിൽ വന്നിട്ട് ഞാൻ കൃത്യമായിട്ട് ആ സിനിമക്ക് ഉള്ള പാളിച്ചകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നോടൊരു വാക്ക് ചോദിച്ചോ? പറയൂ. ഇതിന് പ്രതിവിധി ചെയ്യാതെ ഞാൻ വിടില്ല. എന്ത് പ്രതിവിധിയാണാവോ? അത് ചെയ്യുമ്പോ കാണാം. അപ്പൊ എന്റെ തള്ളു കണ്ടിട്ട് പോയി എന്ന് പറഞ്ഞ ആൾക്കാർ എന്റെ ഇന്റർവ്യൂ കണ്ടിട്ട് നമ്മൾ കുറെ പോയ ആൾക്കാരുണ്ട്. അവന്മാര് പോങ്ങന്മാരായതുകൊണ്ട് വിശ്വസിച്ചു. ബുദ്ധിയുള്ള ആരെങ്കിലും വിശ്വസിക്കോടാ. ഇനി ഞാൻ ഉരിയൽപ്പം ചെയ്യൂല. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ തൽക്കാലം ഇത്രയും മതി. വരട്ടെ.